വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ കരാറിൽ ഒപ്പുവെച്ചു. കരാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഒപ്പുവെച്ച. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, അല്പം മുമ്പാണ് കരാർ ഒപ്പുവെച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കരാറിന്റെ വ്യവസ്ഥകൾ പിന്നീട് വെളിപ്പെടുത്താമെന്നാണ് മന്ത്രി വി എൻ വാസവൻ നേരത്തെ കൈരളി ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്താണ് കരാറിലെ വ്യവസ്ഥകൾ, മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും വിഴിഞ്ഞം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ സപ്ലിമെന്ററി എഗ്രിമെന്റ് ആണ്, അതായത് അനുബന്ധ കരാറാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒപ്പിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും വകുപ്പ് മന്ത്രി, സെക്രട്ടറി, ഉദ്യോഗസ്ഥർ എന്നിവരും അദാനി പോർട്സിന്റെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഈ കരാർ ഒപ്പുവെച്ചതിലൂടെ ഏതായാലും വിഴിഞ്ഞം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. അതിന്റെ കമ്മീഷനിങ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അല്പസമയത്തിനകം മന്ത്രി വി എൻ വാസവന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ രീതിയിൽ ഈ കരാറിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഈ കരാർ പ്രകാരം 2045 പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട പ്രവൃത്തികൾ 2028 പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കരാറിൽ തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും അപ്പോൾ 2028 പൂർത്തിയാകും. ഇതുവഴി 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിൽ അദാനി പോർട്ട് വഴിയൊരുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഈ കരാറിന്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ പദ്ധതി പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി എന്ന് പറയുന്നത് അത് 30 ലക്ഷം ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ കരാറിൽ ഒപ്പിട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത്.